പ്രഭാഷണ പരമ്പരയുടെ കാര്യം ടീച്ചറോട് പറഞ്ഞപ്പോൾ വലിയ സന്തോഷത്തിൽ ഏറ്റെടുക്കുകയും നമ്മളുടെ അഭ്യർത്ഥന പ്രകാരം ഗണാത്മക വിശകലനം രക്തശേഖരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ത് എന്നുള്ള വിഷയത്തില് ടീച്ചർ ധീരജ് രാജേന്ദ്രൻ പഠന സ്കൂളിൽ സമ്മതിക്കുകയും ചെയ്തു. വലിയ സന്തോഷം. ടീച്ചർ മലയാള സർവകലാശാലയിൽ വികസന പഠന സ്കൂളിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് പിന്നെ സ്കൂൾ ഡയറക്ടറായിട്ടും വർക്ക് ചെയ്യുകയാണ്. ടീച്ചർ സർവകലാശാലയിലെ ആഹ്വാനം അനേകം കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കും പുറത്ത് സാംസ്കാരികമായിട്ട് ടീച്ചർ ഇടപെടുന്ന ആളെന്ന നിലയിലൊക്കെ നമുക്ക് സുപരിചിതയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ടീച്ചർ എക്കണോമിക്സിൽ PhD ബിരുദം നേടുന്നത്. JNUവിൽ നിന്ന് MPhilലും അതേപോലെയുള്ള B.Ed MA എല്ലാ ബിരുദ ടീച്ചർ കംപ്ലീറ്റ് ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും JNUവിൽ നിന്നൊക്കെയാണ്. ലേബർ മാർക്കറ്റ് ഇൻ ഡൈനാമിക് ഓഫ് കേരള എന്ന് പറയുന്ന വിഷയത്തിലാണ് ടീച്ചർ ഗവേഷണം നേടുന്നത്. അതേപോലെ ട്രെൻഡ്സ് ഇൻ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ എന്നുള്ള വിഷയത്തിലെ MPhil ഗവേഷണം ടീച്ചർ പൂർത്തിയാക്കി. മലയാള സർവകലാശാലയില് ടീച്ചർ ശ്രദ്ധേയമായിട്ടുള്ള അനേകം ഇടപെടലുകൾ പിന്നെ സർവകലാശാലയുടെ അയൽ പ്രദേശങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടീച്ചർ പിന്നെ ജെൻഡർ ജസ്റ്റിസ് ഫോറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ക്യാമ്പസിൽ ഉള്ളിലും ക്യാമ്പസിന് പുറത്തും ജെൻഡർ ന്യൂട്രൽ എന്ന ആശയം സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള അനേകം ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പം പറയുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ബുദ്ധിമുട്ടാവും. അനേകം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ടീച്ചർ അങ്ങനെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മളുടെ അഭ്യർത്ഥന പ്രകാരം ടീച്ചർ ഗണാത്മക വിഷയങ്ങളിൽ രക്തശേഖരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ത് എന്നുള്ള വിഷയത്തിൽ സംസാരിക്കാമെന്ന സമ്മതം കേൾക്കുകയും സന്നിഹിതയാവുകയും ചെയ്തിട്ടുണ്ട്. ധീരജ് രാജേന്ദ്രൻ പഠന സ്കൂളിന്റെ ഭാഗമായിട്ട് ടീച്ചറിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ മുഴുവൻ ഗവേഷകരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഗൂഗിൾ മീറ്റിൽ ഇപ്പോഴുള്ള ഗവേഷക സുഹൃത്തുക്കളെയും അതേപോലെ തന്നെ നമ്മളിത് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ധീരജ് രാജേന്ദ്രൻ പഠന സ്കൂളിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഗുണകരമായിട്ട് ഗവേഷകർക്ക് പിന്നീടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രഭാഷണം എന്ന നിലയിൽ ആ ദീർഘവീക്ഷണത്തിലാണ് ഈ കാര്യങ്ങൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഡോക്യുമെന്റേഷൻ നടത്തുന്നത്. അപ്പോൾ ആ നിലയിലും ആളുകൾ പിന്നീടും ഒക്കെ ഇത് കേൾക്കുന്നതിൽ സഹായകമാകും. എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഗണാത്മക വിശകലനം രക്തശേഖരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന വിഷയത്തിൽ സംസാരിക്കാൻ ടീച്ചറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു ജിനു. എല്ലാവരോടും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നന്നാവുക. പക്ഷെ ഇപ്പൊ നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു പിന്നെ അമുഖം എന്ന രീതിയിലേക്കാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങളിപ്പോ എനിക്ക് തോന്നി ഇതിനകത്ത് പിന്നെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അല്ലെങ്കിൽ ഗണാത്മക ദത്ത വിശകലനം ചെയ്തിട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? എനിക്ക് ആളുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആരെങ്കിലും ഉണ്ടോ? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ വിശകലനം ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നിയ രീതിയിൽ, കാരണം നിങ്ങളുടെ ഒരു നിലവാരം അല്ലെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലാണ്, കാരണം അധികവും നമ്മൾ മലയാള യൂണിവേഴ്സിറ്റിയിൽ വികസന പഠന സ്കൂൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്കൂളുകളും അധികവും ഗുണാത്മക വിശകലനം കേന്ദ്രീകരിക്കാറുള്ളത്. അപ്പം നമ്മൾ ഗണാത്മക വിശകലനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദത്തം അല്ലെങ്കിൽ ഡാറ്റ നമ്പറുകളായിട്ട് എടുക്കുന്ന ഒരു അവസ്ഥയാണ്. പലപ്പോഴും നമ്മളുടെ പലതരത്തിലേക്കുള്ള വിവരശേഖരണം നടത്തിയിട്ട് മാത്രമേ ഗവേഷണം നടത്താൻ പറ്റൂ. ഗവേഷണത്തെ കുറിച്ചുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഗവേഷണം എന്നും എന്തൊക്കെയാണ് ഗവേഷണം ശ്രദ്ധിക്കേണ്ടത് ഒന്നും തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാനതിന് കൂടുതലായി സംസാരിക്കുന്നില്ല. കാരണം ഒരുപാട് വളരെ നല്ല രീതിയിലേക്കുള്ള ക്ലാസ്സുകൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഞാനധികം സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മള് സാധാരണ ഒരു എഴുത്തും ഇപ്പൊ ഒരു ആർട്ടിക്കിൾ ലേഖനം എഴുതുകയാണെങ്കിൽ സാധാരണ വെറുതെ നമ്മളൊരു ലേഖനം എഴുതുന്നതും ഒരു ഗവേഷണ ലേഖനം എഴുതുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ
ഗവേഷണ ലേഖനത്തിന് കൃത്യമായിട്ടുള്ള എവിഡൻസസ് അല്ലെങ്കിൽ തെളിവുകൾ നമ്മൾ ഹാജരാക്കണം. ഒരു സാധനം പറയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സെന്റൻസ് പറയണമെങ്കിൽ തന്നെ അതിന് ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിന് കൃത്യമായ ബാക്കിങ്, ഇന്ന കാരണത്താൽ ഇന്നതാണ് അതിന്റെ തെളിവ് എന്ന രീതിയിൽ നമുക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഈ തെളിവുകൾ എവിടെയാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും നമുക്ക് എവിഡൻസസ് ശേഖരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ കോടതിയിൽ ഒരു കേസിന് പോവുകയാണെങ്കിൽ ആ കേസിനെ പറ്റിയ വേണ്ട രീതിയിലേക്കുള്ള തെളിയിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള എവിഡൻസസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കൊരു സിദ്ധാന്തമാണ് പ്രൂവ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇത് പോകുന്നതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചില ഡാറ്റ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലെ ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ ചുറ്റെടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഡാറ്റയുടെ മുകളിൽ തന്നെയാണ് എടുക്കുന്നത്. ഡാറ്റ, നിങ്ങളൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ആ മൊബൈൽ ഫോണിൽ ഇപ്പൊ നിങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വരുന്ന ചില കമന്റ്സ് ഉണ്ടാവും. ആ കമന്റ്സിൽ നിങ്ങൾ ഒരു റിപ്ലൈ ഇട്ട് കഴിഞ്ഞാൽ ആ റിപ്ലൈ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വളരെ കൃത്യമായ ഡാറ്റയായിട്ട് ആളുകൾ അത് ആ സാധനം ശേഖരിച്ചു വെക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് പിറ്റേ ദിവസം ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങളുടെ നിങ്ങളൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമന്റിന്റെ അകത്തുനിന്ന് നിങ്ങളുടെ ആശയം, നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് ഈ ഡാറ്റ വളരെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് ആളുകൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഏത് രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുന്നു, ഇതൊക്കെ ഡാറ്റ കൃത്യമായി വിശകലനം ചെയ്തു. അത് മെറ്റാ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് സൗജന്യമായി തരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് വളരെ വില കൂടിയ റിസോഴ്സസ് എന്ന രീതിയിലേക്ക് ഇത്തരം ഡാറ്റ കിട്ടുകയും ആ ഡാറ്റ വളരെ കൃത്യമായി പ്രോസസ് ചെയ്തിട്ട് അത് അവർക്ക് രാഷ്ട്രീയക്കാർക്കാണെങ്കിലും കാശുള്ള ആളുകൾക്ക് അത് വിൽക്കുകയും ആ രാഷ്ട്രീയക്കാർ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ ഏതൊരു സമൂഹത്തിന്റെ അകത്ത് ഏതൊക്കെ തരത്തിലേക്കുള്ള ആളുകളുണ്ട്, ഭൂരിപക്ഷം ആളുകളുടെ തോട്ട് പ്രോസസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവരെ സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നയങ്ങളും സാധനങ്ങളും പ്രസ്താവനകളും ഒക്കെ ആയിട്ട് വരിക ചെയ്യുക. അത് പോസിറ്റീവായിട്ടും എന്ത് ജനാധിപത്യത്തിൽ അത് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും, വളരെ കൃത്യമായി നെഗറ്റീവായിട്ട് നമ്മൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെച്ചാൽ വളരെ നെഗറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വിജിലന്റ് ആയി, വളരെ കൃത്യമായിട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടങ്ങളിൽ വളരെ കൃത്യമായിട്ട് വിജിലന്റ് ആയി നിന്നുകൊണ്ട് മാത്രമേ നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ അഭിപ്രായങ്ങൾ പോലും രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. കാരണം കോവിഡ് ടൈമിൽ നമ്മളുടെ ചില ഡാറ്റ കളക്ട് ചെയ്ത്, അതും വളരെ സർക്കാരിന് ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്ത ഡാറ്റ പോലും അതിന്റെ പേരിൽ ഒരുപാട് കോലാഹലം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പിടിക്കുന്ന മൊബൈൽ ഫോണിന്റെ അകത്തു നിന്ന് പോലും നമ്മുടെ ചിന്തകൾ പോലും ഓർത്തെടുക്കാൻ പറ്റുന്ന ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം ഉണ്ടായിട്ട് പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഡാറ്റ വളരെ പ്രധാനമാണ്. അപ്പൊ ഈ ഡാറ്റ നമ്മൾ സാധാരണയായിട്ട് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ പലതരത്തിലേക്കുള്ള ഡാറ്റ, ഇപ്പൊ നിങ്ങളിപ്പം ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് കളക്ട് ചെയ്യുന്നത് വെച്ചാൽ അതിനെ നിങ്ങൾ എടുക്കുന്നത് രീതികളും വ്യത്യാസമായിരിക്കും. അതേസമയം ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ അതിന് നിങ്ങൾ എടുക്കുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ റിസർച്ചിനെ പലതരത്തിലേക്കുള്ള സമീപന രീതികളുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഗവേഷണത്തെ സമീപിക്കുക എന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പം ഈ സമീപന രീതികളിൽ നമ്മൾ ചിലപ്പോൾ പിന്നെ ഒരു ഫിലോസഫിക്കൽ ഒരു താത്വികമായ അടിത്തറയുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ ഏത് തിയറട്ടിക്കൽ ബേസ് വെച്ചിട്ടാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ സമീപനത്തിന്റെ അകത്ത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചാണ് അല്ലെ സമീപനമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്മളുടെ ദത്തം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ന്യൂമറിക്കൽ ദത്തമായിരിക്കണം. അപ്പൊ അങ്ങനെ ന്യൂമറിക്കൽ ദത്തം ശേഖരിക്കുന്നതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സാധാരണയായി നമ്മളിപ്പം സാമ്പത്തിക ശാസ്ത്രം ഞാൻ പഠിപ്പിക്കുന്ന സാമ്പത്തിക ശാസ്ത്രമാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ മീഡിയ സ്റ്റഡീസ് ആണെങ്കിലും സോഷ്യോളജി എല്ലായിടത്തും നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു തരത്തിലേക്കുള്ള സമീപനം കൊണ്ട് മാത്രം നമുക്ക് ദത്തശേഖരം നടത്തി അതുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റില്ല. സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നമുക്ക് ദത്തശേഖരം അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണെങ്കിലും ക്വാളിറ്റേറ്റീവ് ആയിട്ടാണെങ്കിലും മിക്സഡ് ആണെങ്കിലും ഇപ്പം ബഹുഭൂരിപക്ഷവും മിശ്ര സമീപന രീതിയാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്പർ വെച്ചിട്ട് പറയും, ഇത്ര ശതമാനം ആളുകൾ ദരിദ്രരാണ് എന്ന് പറയും. 100 ആളിൽ 5% ആളുകൾ ദരിദ്രരാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ വിചാരിക്കുക, ആകെ 95% ആളുകൾ ദാരിദ്ര്യത്തിന് മുകളിലാണ്. പക്ഷെ ഇത് മാത്രം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ടും ദാരിദ്ര്യത്തിന്റെ പിക്ചർ, ദാരിദ്ര്യത്തിൽ 5% എന്ന് പറയുന്ന ആളുടെ ദാരിദ്ര്യം വ്യത്യസ്തമാണ്. കാരണം അതില് ചിലപ്പോൾ ചില മനുഷ്യർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു നേരം എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് വിശപ്പ് അനുഭവിക്കുന്നവരായിരിക്കും. ചിലരെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 2 നേരം ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും, ചിലർ 1 നേരം ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും, ചിലർ മെന്റലി ഭീകരമായ രീതിയിലേക്ക് ദാരിദ്ര്യം എന്ന് പറയുന്നത് നിസ്സഹായതയുടെ അങ്ങേ അറ്റം വരെ എത്തി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. അപ്പൊ ഇതിലൊക്കെ തന്നെ വ്യത്യസ്തതകളുണ്ട്. ഈ
വ്യത്യസ്തതകളെ അല്ലെങ്കിൽ ഇതിന്റെ വൈകാരിക തലത്തെ കൃത്യമായി അളക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ദത്തം കൊണ്ട് സാധ്യമല്ല. പക്ഷെ അതിന് നമ്മൾ ക്വാളിറ്റേറ്റീവ് പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം സാമൂഹ്യ ശാസ്ത്രത്തിൽ നമ്മൾ നടത്തുന്ന ഏകദേശം എല്ലാ പഠനങ്ങളിലും നമ്മൾ മിശ്ര അപ്രോച്ചാണ് അല്ലെങ്കിൽ മിശ്ര സമീപനമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അതിൽ ക്വാളിറ്റേറ്റീവ് ദത്തശേഖരണവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു എന്നേക്കാൾ നന്നായിട്ട് അറിയുന്ന അല്ലെങ്കിൽ പഠിച്ചു വന്നിട്ടുള്ള ആളുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ആ മേഖലയിലേക്ക് ഞാൻ കൂടുതലായി കടക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നിങ്ങൾ ദത്തശേഖരണം നടത്തുന്ന പ്രത്യേകത എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ദത്തശേഖരണം നടത്തുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദത്തം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡാറ്റ എന്ന് പറയുന്ന നമ്പറുകളാണ്. നമ്പറുകൾ ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഒരു പ്രദേശത്തെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പഠനം നടത്തുകയാണ്. എങ്ങനെയാണ് ഈ സൊസൈറ്റിയിലെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട. അവിടുത്തെ ആളുകൾ എങ്ങനെ ഏത് തരത്തിലേക്കുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അതിൽ നമ്മളുടെ അപ്രോച്ച് എന്ന് പറയുന്നത്, നിങ്ങൾ ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അവിടെ പോയി പത്രക്കാരൊക്കെ അങ്ങനെ ചെയ്യും, ദാരിദ്ര്യ ചിത്രം എടുക്കുന്നു, അവരുടെ വീടിന്റെ അവസ്ഥ ഇതാക്കുന്നു, അവർ നാരേറ്റ് ചെയ്യുന്നു, ഇവിടെ എങ്ങനെയാണോ അല്ലാതെ കഷ്ടപ്പാടാണ്, ഇന്ന് 2 നേരം ഭക്ഷണം കഴിച്ചിട്ട് കുറെ കൊട്ടേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പല രീതിയിലേക്കൊക്കെ ഉള്ളത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ നമ്മൾ അവിടെ പോകുന്നു, അവിടെ പോയിട്ട് ഈ പറയുന്ന ആളുകളിൽ നിന്ന് അവരുടെ വരുമാനത്തിന്റെ അളവ് അല്ലെങ്കിൽ അവര് എത്ര ചെലവാക്കാൻ അവരുടെ കയ്യിൽ കാശ് ഉണ്ടാവുന്നുണ്ട്, അവർക്ക് എത്ര കടമുണ്ട്, അവർക്ക് എത്ര സേവിങ്സ് ഉണ്ട്, അവരുടെ വീടിന് എത്രമാത്രം രൂപ വിലയുള്ള വീടാണ് അവർക്കുള്ളത്, അവരുടെ വീട്ടിൽ എന്തെല്ലാം തരം അസറ്റുകളുണ്ട്, ഇത്തരം രീതിയിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്പറുകളാക്കി നമ്മൾ എടുക്കുകയും ആ നമ്പറുകൾ വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ചില അനാലിസിസ് നടത്താൻ സാധ്യത ടേബിളുകളും ഗ്രാഫുകളും ഒക്കെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രസന്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ രീതിയിലേക്കുള്ള ദത്തശേഖരണത്തെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ദത്തശേഖരണം എന്ന് പറയുന്നത്, നമ്പറുകളായിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ അവിടെ ചിലപ്പോ നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് കാറ്റഗറി ആക്കിയിട്ട് ചില രീതിയിലേക്കുള്ള വേരിയബിൾസ് എന്ത് ചെയ്യുന്നു. ഇപ്പൊ ജെൻഡർ എന്ന് പറയുന്ന ഒരു വേരിയബിള്, പിന്നെ നമ്മളൊരു സ്ത്രീ പുരുഷൻ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന രീതി മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്നത് അത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള, അതിന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്പർ കൊടുത്തിട്ട് 1 സ്ത്രീ 2 പുരുഷൻ 3 ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ 1 ട്രാൻസ്ജെൻഡർ 2 എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിന് യാതൊരു ആ നമ്പറിന് 1 2 3 പറയുന്ന വിലയില്ല. അപ്പൊ അത്തരത്തിലേക്കുള്ള വേരിയബിൾ നമ്മൾ എടുക്കുന്ന വേരിയബിൾ ചരങ്ങൾ ആ ചരങ്ങളെ നമ്മൾ പലതായി തിരിക്കും. അതില് നോമിനൽ വേരിയബിൾ എന്ന് പറയുമെങ്കിൽ നാമമാത്രമായിട്ടുള്ള നാമമാത്രമായ ചരങ്ങൾക്ക് ആ നാമം ആ പേര് 1 ഇട്ട് കഴിഞ്ഞാൽ ആ 1 എന്ന് പറയുന്നത് അതിന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമേ അത് അർത്ഥമാക്കുന്നുള്ളൂ. അല്ലാണ്ട് അതിനൊരു വാല്യൂ ഇല്ല, അല്ലെങ്കിൽ വിലയില്ല. ആ 1 2 3 എന്ന് പറയുന്ന സാധനത്തിന് ഒരു വിലയില്ല. അത് ഒരു കാര്യത്തെ തിരിച്ചറിയാൻ. അപ്പൊ നമ്മൾ വേരിയബിൾസിന് എടുക്കുകയാണെങ്കിൽ ന്യൂമറിക്കല് ഇത്തരത്തിലേക്കുള്ള വേരിയബിൾ ചിലതുണ്ട്, നോമിനൽ ആയിട്ടുള്ള നാമമാത്രമായിട്ടുള്ള വേരിയബിൾസ് ഉണ്ട്. രണ്ടാമത് ചില വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഓർഡിനൽ വേരിയബിൾസ് ആണ്. ഓർഡിനൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാല് നമ്മള് ഓർഡർ ആക്കും. ഇപ്പൊ നമ്മൾ പറയാണ്, അപ്പൊ നമ്മൾ സാധാരണ ഡാൻസ് പെർഫോമൻസ്, അതുപോലെ തന്നെ പാട്ട്, ഇതൊക്കെ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വാല്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം. ഇപ്പൊ ഡാൻസിനൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിനെ ക്വാണ്ടിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനേക്കാൾ ബെറ്റർ ആണോ രണ്ടാമത്തത്, അല്ലെങ്കിൽ 2 നമ്മൾ ഇട്ടിട്ട് 1 2 10 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്നാമത്തതിന് നമ്മൾ ഒരു മാർക്ക് ഇടുന്നു, 10 മാർക്ക് ഇടുന്നു. രണ്ടാമത്തെ നമ്മൾ 8 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ പറഞ്ഞ 10ന്റെ അകത്തുനിന്ന് കൃത്യം 2 കുറയ്ക്കുന്നതാണ് 8 പിന്നെ ഇട്ടത് 7 ആണെങ്കിൽ ആ 7 എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തതിന്റെ നമുക്ക് ആകെ പറയാൻ പറ്റുന്ന വെച്ചാൽ ആദ്യത്തത് എന്ന് പറഞ്ഞാൽ മറ്റതിനേക്കാൾ കൂടുതൽ ഓർഡർ വൈസ് ആയിട്ട് മുകളിലാണ്, അല്ല രണ്ടാമത്തെ താഴെയാണ്, മൂന്നാമത്തെ അതിന്റെയും താഴെയാണ്. പക്ഷെ ഇതിന്റെ അകത്ത് എത്ര മാത്രമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള വേരിയബിളിനെയാണ് നമ്മൾ ചരങ്ങളെയാണ് നമ്മൾ എന്താ പറയുന്നത് ഓർഡിനൽ വേരിയബിൾ എന്ന് പറയും. മൂന്നാമത് നമ്മൾ പറയും ഇന്റർവെൽ വേരിയബിൾ എന്ന രീതിയിലേക്ക് നമ്മൾ പറയും. ഉദാഹരണത്തിന് നമ്മൾ ചൂടിനെ എടുക്കുക. ചൂടെന്ന് പറഞ്ഞു ഇപ്പൊ ടെമ്പറേച്ചർ ലെവൽ എടുക്കുക. ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ദത്തശേഖരണമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇന്റർവെൽ വേരിയബിൾ ആയിട്ട് നമുക്ക് 30 ഡിഗ്രി സെന്റിഗ്രേഡ് 20 ഡിഗ്രി സെന്റിഗ്രേഡ് എന്നൊക്കെ നമ്മൾ പറയും. 0 ഡിഗ്രി സെന്റിഗ്രേഡ്. അപ്പൊ നമുക്കറിയാം ഇതിൽ 0 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇല്ലാത്ത ഒരവസ്ഥയല്ല. 0 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ ലെവൽ 0 ആണെന്നേ ഉള്ളൂ. അത് 0 നൾ എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയല്ല. അതേസമയം എന്താണെന്ന് വെച്ചാൽ പൈസ 0 ആണെന്ന് പറഞ്ഞാൽ 0 ഇല്ലാത്തതാണ്, ഉള്ള പൈസയല്ല, 0 പൈസയാണ്. അതിന് താഴെ മൈനസ് പൈസ ഉണ്ടാവുന്നത് കാഠമായിട്ടാണ് വരുന്നത്. പക്ഷെ 0 എന്ന് പറയുന്ന ഒരു വാല്യൂ എന്ത് ചെയ്യുന്നു, കൃത്യമായ ഒരു 0 ഉണ്ടാവുന്ന വാല്യൂസ് ഉള്ള വേരിയബിൾസ് ഉണ്ട്.
അതേസമയം തന്നെ 10 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടിന്റെ ഇരട്ടിയാണോ 20 ഡിഗ്രി സെന്റിഗ്രേഡ് നമുക്ക് അറിഞ്ഞൂടാ, കൃത്യം ഇരട്ടിയാണോ നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ അത്തരത്തിലേക്കുള്ള വേരിയബിളിനെ നമ്മൾ ഇന്റർവെൽ വേരിയബിൾസ് എന്നാണ് പറയുന്നത്. ഇന്റർവെൽ വേരിയബിൾ എന്ന് പറയും. അതേസമയം അവന്റെ പിന്നീടുള്ള വേരിയബിൾ റേഷ്യോ വേരിയബിൾ എന്ന് പറയും. റേഷ്യോ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു 0 എന്ന് പറയുന്ന ഒരു വാല്യൂ അതിനകത്ത് ഉണ്ടാവുകയും അതേസമയം തന്നെ നിങ്ങൾ 20 മാർക്കിന്റെ ഇരട്ടി, 40 മാർക്ക് എന്ന് പറഞ്ഞാൽ 20 മാർക്കിന് ഇരട്ടിയാണ്. അതുപോലെ 10 മാർക്ക് എന്റെ ഇരട്ടിയാണ് 20 എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൃത്യമായ ഇടവേളകൾ കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് ഒന്നും മറ്റൊന്നും തമ്മിലുള്ള വ്യത്യാസത്തെ കൃത്യമായ രീതിയിലേക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള, നിർവചിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ സ്കെയിൽ വേരിയബിൾസ് അല്ലെങ്കിൽ നമ്മുടെ റേഷ്യോ വേരിയബിൾസ് എന്ന് പറയാം. സ്കെയിൽ വേരിയബിൾ എന്ന രീതിയിലേക്ക് നമ്മൾ ഇതിനെ എടുക്കും. നമ്മൾ SPSS-ലൊക്കെ ഡാറ്റ ശേഖരണമൊക്കെ നടത്തി അത് വിശകലനം ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 തരത്തിലാണ് വരിക. ഒന്ന് നോമിനൽ, ഒന്ന് ഓർഡിനൽ, ഒന്ന് സ്കെയിൽ വരിക. റേഷ്യോ സ്കെയിലും ഇന്റർവൽ വേരിയബിളിനെയും നമ്മൾ രണ്ടും കൂടി ചേർത്തിട്ട് സ്കെയിൽ വേരിയബിൾസ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പറയുക. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ദത്തം എങ്ങനെയുള്ള ദത്തമാണ്, എന്ത് തരത്തിലേക്കുള്ളതാണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ദത്തശേഖരനെ മുന്നോട്ട് പോകുക. അപ്പം ഈ ദത്തശേഖരത്തിലെ ഉപകരണങ്ങൾ ഏതൊക്കെ തരത്തിലേക്ക് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ദത്തശേഖരണം നടത്താന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെത്തേഡ്. നമുക്ക് സർവേ ഒരു സ്ട്രക്ചർഡ് ഉള്ള എന്ന് വെച്ചാൽ ഘടനാപരമായിട്ടുള്ള ചോദ്യാവലി ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മൾ ചോദ്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ന്യൂമറിക്കൽ ഡാറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ദത്തശേഖരണം നടത്താൻ വേണ്ടി നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ചോദ്യാവലി ഉണ്ടാക്കുമ്പോൾ ആ ചോദ്യാവലിനകത്ത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന്റെ അത് ഒബ്ജക്ടിവിറ്റി ഉറപ്പുവരുത്തണം, സ്റ്റാൻഡേർഡൈസ്ഡ് ആവുകയും ചെയ്യണം. എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡൈസ് ആവുക എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരോടും നിങ്ങൾ ഒരേ ചോദ്യമാണ് ചോദിക്കേണ്ടത്. അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഉത്തരങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് എൻഡ് ഉത്തരങ്ങൾ. ഇപ്പൊ 4 ഉത്തരങ്ങളാണെങ്കിൽ 4 ഉത്തരങ്ങൾ തന്നെ നിങ്ങൾ ഒതുക്കണം. അല്ലാണ്ട് ഒരു കുറെ ഉത്തരങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ദത്തശേഖരണം നടത്തിയിട്ട് അതിന്റെ ഡാറ്റ കളക്ഷൻ അത്ര ഈസി ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് സർവേ മെത്തേഡാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർവേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പോപ്പുലേഷൻ ഒക്കെ ഉണ്ട്. പോപ്പുലേഷൻ അപ്പൊ നമുക്ക് അതിനകത്ത് കുറെ കൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. എല്ലാം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എന്താ പോപ്പുലേഷൻ എന്ന് അറിയോ? ഇതിൻ്റെ അകത്തുള്ള ആളുകൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പറയാണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? സ്റ്റാറ്റിസ്റ്റിക്സ് ചെറുതായെങ്കിലും പഠിച്ച ആരെങ്കിലും ഉണ്ടോ അതിൻ്റെ അകത്ത്? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പോപ്പുലേഷൻ നമ്മൾ ജനസംഖ്യ എന്നുള്ളതല്ല പോപ്പുലേഷൻ. നമ്മൾ ഒരു പ്രദേശത്തില് ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ മരങ്ങളുടെ അല്ലെങ്കിൽ അവിടെയുള്ള കല്ലുകളെ കുറിച്ചാണ് പഠിക്കുന്നത് നോക്കുക. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ശാലയ്ക്ക് ഉള്ളിലുള്ള സ്ഥലത്ത് ഉള്ള കല്ലുകളുടെ സ്വഭാവത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പോപ്പുലേഷൻ സ്റ്റഡി, ആ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ ആ കോമ്പൗണ്ടിനുള്ളിലുള്ള എല്ലാ കല്ലുകളും വരുന്നതാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു വെച്ചാല് പഠന വിധേയമാകുന്ന എല്ലാ ഐറ്റംസും എല്ലാത്തിനെയും ചേർത്തിട്ട് ഒന്നിച്ച് പറയുന്ന പേരാണ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ പോപ്പുലേഷന്റെ അകത്തുനിന്ന് നമുക്ക് പോപ്പുലേഷന്റെ സ്വഭാവമാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് പഠിക്കണം ഈ പറയുന്ന കല്ലുകളുടെ സ്വഭാവം എന്താണെന്ന് പഠിക്കണമെങ്കിൽ അവിടെയുള്ള എല്ലാ കല്ലുകളും എടുത്തു പെറുക്കി നമുക്ക് പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കേരളത്തിലെ ജനതയുടെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ പഠിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ജനതയും എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കേരളത്തിലെ ജനതയെ പലതരത്തിലേക്ക് നമ്മൾ അതിനകത്ത് സാമ്പിളുകൾ ചെറിയ ഒരു സബ്സെറ്റിനെ ഈ വലിയൊരു കേരളത്തിലെ ഒരു 3 കോടി ജനത ഉണ്ടെങ്കിൽ അതിന്റെ അകത്തുനിന്ന് നമ്മൾ ഒരു 10ഓ 500ഓ 1000ഓ 2000ഓ ആളെ മാത്രം സെലക്ട് ചെയ്യാനുള്ള ചില പ്രോസസ്സ് ഉണ്ട്. സാമ്പിളിംഗ് ടെക്നിക്സ് എന്നാണ് നമ്മൾ സാമ്പിളിംഗ് വിദ്യകളുടെ രീതികളിലൂടെ നമ്മൾ സെലക്ട് ചെയ്ത് സാമ്പിൾസിനെ പഠിച്ചിട്ട് അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ജനറലൈസ് ചെയ്യും. അപ്പൊ ജനറലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മൊത്തം കേരളത്തിന്റെ അവസ്ഥയിലാണ് പലപ്പോഴും നമുക്ക് ഭൂരിപക്ഷം പഠനങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഞാനിപ്പോ
സോറി കേട്ടോ, എന്റെ ബ്രദർ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പൊ അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി. ഓക്കെ. അപ്പം നമ്മള് പിന്നെ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ദത്തശേഖരനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മള് പിന്നെ ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ചെറിയ സാമ്പിൾ എടുത്തിട്ട്, ഉദാഹരണത്തിന് നമ്മളിപ്പോ ചോറ് വേവിക്കുകയാണ്, അരി വേവിക്കുമ്പോ അരി വെന്തോന്ന് നമ്മൾ നോക്കുമല്ലോ. അരി വെന്തോന്ന് നമ്മൾ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് എല്ലാ ചോറിന്റെ മണി എടുത്തിട്ട് ഞെക്കി നോക്കുന്നത്. നമ്മൾ അതിനകത്ത് ചെറിയൊരു സാമ്പിൾ എടുത്തിട്ട് ഞെക്കി നോക്കും. പക്ഷെ ഈ സാമ്പിൾ എടുത്ത് ഞെക്കി നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരേ വേവുള്ള അരിയാണ് നിങ്ങൾ വേവാൻ വിട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എല്ലാം ഒരേ വേവുള്ളതാണ്, ഒരേ തരത്തിലേക്ക് വേവുള്ള ഒരേ ക്യാരക്ടറുള്ള അരിയാണ് നമ്മൾ ഇട്ടെന്നുണ്ടെങ്കിൽ, എല്ലായിടത്തും ഒരേപോലെ ചൂടൊക്കെ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒന്നോ രണ്ടോ അരി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ വറ്റെടുത്തിട്ട് ജസ്റ്റ് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെന്തോന്ന് അറിയാൻ പറ്റും. അതേസമയം നിങ്ങളുടെ ഈ പറയുന്ന അരി വ്യത്യസ്ത വേവുള്ള അരിയാണ് നിങ്ങൾ വേവാനിട്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടിരുന്നു പറഞ്ഞാൽ, ഈ വ്യത്യസ്ത വേവുള്ള അരികളൊക്കെ നമ്മൾ എടുത്തിട്ട്, ഇപ്പം 2-3 തരത്തിലേക്കുള്ള വേവുള്ള അരി ഒന്നിച്ചു കൂട്ടിയിട്ടാണ് നമ്മൾ അരി ചോറ് വെക്കാൻ വേണ്ടി ഇട്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ വ്യത്യസ്ത വേവുള്ള അരികളൊക്കെ അപ്പൊ കൂടുതൽ സാമ്പിൾസ് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മളൊരു പോപ്പുലേഷന്റെ സ്വഭാവം നമ്മൾ പഠിക്കുന്ന, നമ്മളിപ്പോ ഇതിനകത്ത് വേവാണ് നമ്മൾ നോക്കുന്നത്, വേവിൽ വ്യത്യാസമുള്ള അരി ആണെങ്കിൽ, അല്ലാണ്ട് ബാക്കിയില്ലാത്തൊരു വ്യത്യാസം ഉണ്ടെങ്കിലും വേവ് ഒരേ സമാനമായതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഹോമോജിനസ് ഒരുപോലെ ഉണ്ടാവുന്ന, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുപോലെയുള്ള ഒരേ ക്യാരക്ടർ ഉള്ള തരത്തിലാണ് ഈ പോപ്പുലേഷനെ എല്ലായിടവും എങ്കിൽ നമുക്ക് വളരെ ചെറിയ സാമ്പിൾ എടുത്തുകൊണ്ട് നമുക്ക് പഠിക്കുകയും അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയാണ് അവസ്ഥ എന്ന് പറയും, പോപ്പുലേഷനെ കുറിച്ച് പറയാനും സാധിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, ഇതേപോലെ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മൾ ഈ സാമ്പിൾ എടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് സാമ്പിൾ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്, നമ്മൾ എടുക്കുന്ന സാമ്പിൾസ്. അതേസമയം നിങ്ങൾക്കറിയാം, ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലേക്ക് നമ്മൾ സാമ്പിൾ സെലക്ഷന്റെ അകത്ത്, ഉദാഹരണത്തിന് ഒരു ജേർണലിസ്റ്റ് ആണ്, ഒരു പിന്നെ ജേർണലിസ്റ്റുകളൊക്കെ ചെയ്യുമല്ലോ ചിലപ്പോ ക്യാമ്പസിലെ യുവാക്കളുടെ ഒപ്പീനിയൻ ഇതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ സംസാരിക്കുന്നൊക്കെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകും. ശരിക്കും യഥാർത്ഥത്തിൽ അത് യുവാക്കൾ എന്ന് പറയുന്ന ഒരു സാധനം എവിടെയായിരിക്കും, ഈ പറയുന്ന ജേർണലിസ്റ്റിന് പോകാൻ പറ്റിയിട്ടുള്ള തൊട്ടടുത്തുള്ള ഏതോ ഒരു ക്യാമ്പസിലെ കുട്ടികളാണ്. അവരാണ് സാമ്പിൾ, അവരാണ് യുവാക്കളെ പ്രതിനിധീകരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം യുവാക്കളെ പ്രതിനിധീകരിക്കുന്നത് എന്താണ് യുവാക്കൾ, നമ്മൾ ആദ്യം ഈ പറയുന്ന യുവാക്കളെ ഡിഫൈൻ ചെയ്യണം. ഏത് പ്രായത്തിലുള്ളവരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ പ്രായത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ ആളുകളിൽ നിന്നും കൃത്യമായ പ്രാതിനിധ്യം വന്നിട്ടുണ്ടോ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതാണ് യുവാക്കളുടെ അഭിപ്രായം എന്ന് പറയാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന വാർത്തകൾ പലതും എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഒപ്പീനിയൻ ആവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ബയസ്ഡ് ആയിട്ടുള്ള, നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ പക്ഷപാതപരമായിട്ടുള്ള റിസൾട്ടിലേക്ക് പല പഠനങ്ങളിലൂടെ എത്തിച്ചേരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായും എല്ലാവരുടെയും റെപ്രസെന്റേഷൻ കിട്ടുന്ന തരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സാമ്പിൾ സെലക്ട് ചെയ്തുകൊണ്ട് പഠനം നടത്തിയാൽ മാത്രമേ കൃത്യമായും ആ സൊസൈറ്റിയുടെ യഥാർത്ഥത്തിൽ എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അത്തരത്തിലേക്ക് അതുകൊണ്ട് തന്നെ ദത്തശേഖരണം നടത്തുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള സാമ്പിൾ സെലക്ഷന്റെ അകത്തുള്ള രീതി പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ എടുക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് ചില പഠനങ്ങൾ, ഇപ്പോ ഒരു പിന്നെ ഒരു റിസർച്ചർ ഒരു പഠനം നടത്തി. ആ പഠനം നടത്തിയ എന്താ വെച്ചാൽ ഗർഭിണികളുടെ ആരോഗ്യാവസ്ഥയെ കുറിച്ചോ എന്താണ് ആ പഠനം നടന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഗർഭിണികളുടെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് പഠനം നടത്തിയപ്പോ ഇവര് പോയിട്ട് എന്തെങ്കിലും നാട്ടിലെ പ്രദേശത്തെ കുറെ പെണ്ണുങ്ങളെടുത്ത് സ്ത്രീകളെടുത്ത് ഡാറ്റ കളക്ട് ചെയ്തു. പക്ഷെ എന്താ 10 സ്ത്രീകൾ എങ്ങനെ എടുത്തിട്ടാ ചെയ്തത്, അതിനകത്ത് ഒറ്റ ഗർഭിണി പോലും ഉണ്ടായിരുന്നില്ല. അപ്പം ഗർഭിണി ഇല്ലാണ്ട് ഗർഭിണികളുടെ ഡാറ്റ എങ്ങനെ ചെയ്യില്ല. അപ്പൊ നമ്മൾ അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന വിഷയത്തിനെ കുറിച്ച്, അപ്പൊ ഗർഭിണികളെ കുറിച്ച് പഠിക്കുന്ന വെച്ചാൽ ആ നാട്ടിലെ ഗർഭിണികളായിരിക്കണം നമ്മളുടെ. അപ്പൊ ഗർഭിണികൾ എങ്ങനെയാണ് നമ്മൾ ഗർഭിണികളെ ഡിഫൈൻ ചെയ്യുക, എത്ര മാസം മുതലുള്ള ഒരാളുടെ ഗർഭിണികളായിട്ട് നമ്മൾ കൂട്ടുന്നത്, 1 മന്ത് ഉള്ള ആളുകൾ ഗർഭിണികളായിട്ട് നമ്മൾ കൂട്ടുന്നുണ്ടോ, അവരെ നമുക്ക് അറിയോ ചെക്ക് ചെയ്തിട്ടുണ്ടോ, എത്ര എല്ലാവരെയും നമുക്ക് കൃത്യമായിട്ട് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള പോപ്പുലേഷൻ നമുക്കുണ്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എങ്ങനെ സാമ്പിളിങ് എടുക്കും എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായ ഡിഫൈൻഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് ഈ സാമ്പിൾ സൈസ് എത്ര എന്നുള്ളതിനെ കുറിച്ചൊന്നും കൃത്യമായിട്ട് ആദ്യമേ തീരുമാനിക്കാനൊന്നും പറ്റില്ല.
അപ്പൊ സാമ്പിളിന്റെ സൈസ് എത്രയാണ്, ഒരു പോപ്പുലേഷനെ കൃത്യമായി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എത്ര സാമ്പിൾ എടുത്ത് പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഏറ്റവും നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണത്തിന് മിനിമം നിങ്ങൾ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റേറ്റീവ് പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, മിനിമം 30 സാമ്പിൾ എങ്കിലും എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും സാധാരണ 10 സാമ്പിൾ 15 സാമ്പിളൊക്കെ എടുത്തിട്ട് നമ്മൾ കുറെ പെർസെന്റേജ് ഒക്കെ ഇട്ട് പറയും, അതൊന്നും ഒരിക്കലും കൃത്യമാവില്ല. അപ്പൊ നമ്മള് ദത്തശേഖരണം നടത്താം. അതേസമയം നമുക്ക് 1 ലക്ഷം പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഒരു 380-400ഓളം ഹൗസ് ഹോൾഡിനെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ, കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം ആളുകളുടെ അത് ശാസ്ത്രീയമായി കൃത്യമായ തരത്തിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ 1 ലക്ഷം ആളുകളുള്ള ഒരു പ്രദേശത്തിന്റെ യഥാർത്ഥ ഒപ്പീനിയനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പൊളിറ്റിക്സിലാണെങ്കിൽ നമുക്കറിയാം, പൊളിറ്റിക്സിൽ ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നന്നായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ പ്രഡിക്ഷൻസിനെ കുറിച്ച്. ആ പ്രഡിക്ഷൻ തെറ്റിപ്പോകുന്നതിനൊക്കെ കാരണം എന്താ വെച്ചാൽ ഈ സാമ്പിൾ സെലക്ഷൻ എന്ന് പറയുന്ന സാധനം അത് അത്രമാത്രം കൃത്യമായിട്ടുള്ള സയന്റിഫിക്കലി എടുക്കാത്തതുകൊണ്ടാണ്. കാരണം നമ്മൾ ആളുകളിൽ നിന്ന് ഒപ്പീനിയൻ ഒക്കെ ചോദിക്കും. പിന്നെ ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ അകത്ത് തന്നെ ബയസ്ഡ് ആവാം. നമ്മൾ കിട്ടുന്ന ദത്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഉദാഹരണത്തിന് ഞാൻ ഒരു ദിവസം തലശ്ശേരിയിൽ നിന്ന് ട്രെയിനിൽ വരുന്ന സമയത്ത് ഞാനൊരു സ്ത്രീയോട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ മക്കള് ഒരു ടീച്ചറാണ്. ആ ടീച്ചർ ആ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, മലയാളം മീഡിയം സ്കൂളുണ്ട്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളാണോ മലയാളം മീഡിയത്തിലെ കുട്ടികളാണോ നന്നായി പഠിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വെറുതെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കോ മലയാളം മീഡിയത്തിലെ കുട്ടികളൊക്കെ ആകെ ഒന്നും പഠിക്കില്ല, അങ്ങനെ എങ്ങനെയാണ്, ഇംഗ്ലീഷിന് ആ ഒരു കുഴപ്പമില്ല പഠിക്കും. പിന്നെ ഇങ്ങനെ ഞാൻ ചോദിച്ചു കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മലയാളം മീഡിയത്തിലെ കുട്ടികളുടെ പാരന്റ്സ് എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് അത് തീരെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുട്ടികളാണ്, ദരിദ്ര കുടുംബത്തിൽ നിന്ന്. അപ്പൊ അവരുടെ പാരന്റ്സ് ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. ഞാൻ ചോദിച്ചു എന്നിട്ട് അവരുടെ വിജയ ശതമാനം ഇവരുടെ തമ്മിൽ വ്യത്യാസമുണ്ടോ. അപ്പൊ അതല്ല, അത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. സോ നമുക്ക് ആദ്യം കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധനം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ബയസ്ഡ് ആയിട്ടുള്ള നേച്ചറാണ്. കാരണം കാലങ്ങളായിട്ട് ഓരോ മനുഷ്യരും മുന്നോട്ട് വെക്കുന്നതൊക്കെ തന്നെ അവരുടെ മനസ്സിൽ കിടക്കുന്ന ആ ബയസ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടുക. യഥാർത്ഥത്തിലുള്ള ഒരു കാര്യത്തെ കുറിച്ച് അല്ലെ യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ അതിന്റെ ദത്തശേഖരത്തിൽ അത് നന്നായി ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഈ പറയുന്ന പല 10-5 ടീച്ചേഴ്സ് പറയുന്ന സാധനം വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെ ബയസ്ഡ് ആയിരിക്കും. യഥാർത്ഥ പഠനം നടത്തുന്ന സമയത്ത് നമ്മൾ അവരുടെ കുട്ടികളുടെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിൽ നിന്ന് എത്ര കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ജയിക്കുന്നുണ്ട്, അപ്പുറത്തുള്ള സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ, പാരന്റ്സിന്റെ എഡ്യൂക്കേഷൻ വളരെ വലിയ രീതിയിലേക്ക് സ്വാധീനിക്കുന്നുണ്ട് കുട്ടികളുടെ എഡ്യൂക്കേഷനെ. അപ്പൊ ആ രീതിയിലേക്ക് അതിന്റെയൊക്കെ സ്വാധീനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സ്കൂളിന്റെ മാത്രമല്ല മീഡിയത്തിന്റെ മാത്രം പ്രാധാന്യം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ മലയാളം മീഡിയം കുട്ടി ചിലപ്പോ നല്ല മലയാളം മീഡിയം സ്കൂളിൽ തന്നെയാണ് നന്നായി പെർഫോം ചെയ്യുന്നത് എന്നൊക്കെ പറയേണ്ടി വരും. പക്ഷെ പലപ്പോഴും നടത്തുന്ന പഠനങ്ങളിൽ ഇത്തരത്തിലേക്കുള്ള കൃത്യമായ ധാരണ അല്ലെങ്കിൽ ഈ പറയുന്ന ദത്തശേഖരണത്തിന്റെ അകത്തുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ കൃത്യമായി ധരിക്കാത്തതിന്റെയൊക്കെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളുണ്ടാക്കുന്ന പഠനങ്ങള് പോളിസി ലെവലിൽ നയരൂപീകരണത്തിലൊക്കെ കൊടുക്കുന്ന പഠനങ്ങൾ പലപ്പോഴും തെറ്റായ രീതിയിലേക്കായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ദത്തശേഖരണത്തിൽ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം, സാമ്പിൾസ് എടുക്കുന്നതിൽ ശ്രദ്ധിക്കണം, എവിടെ നിന്നാണ് സാമ്പിൾസ് എടുക്കേണ്ടത്. ഇപ്പൊ മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ഗർഭിണികളെ കുറിച്ചുള്ള ഒരു പഠനത്തിന്റെ അകത്ത് ഒരൊറ്റ ഗർഭിണി പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് പോപ്പുലേഷൻ എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഇവരോടല്ലേ ചോദിക്കരുത്, ഇത്ര ആൾക്കാർ വേറെ ആളോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം. അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പൊ കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥകളെ കുറിച്ച്, വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥകളെ കുറിച്ച് പഠിക്കണം നമ്മൾ വിചാരിക്കുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്നുള്ള രീതിയിലേക്ക് SC/ST OBC ജനറൽ എന്ന് പറയുന്ന 4 ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റാൻഡം മെത്തേഡ്, ചില മെത്തേഡ്സ് ഉണ്ട്. മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ തുല്യ ഇത് കൊടുത്തുകൊണ്ട്, പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതാണ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഫുള്ളായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സാമ്പിളിംഗ് മെത്തേഡ്സ് തന്നെ പലതരത്തിലുണ്ട്. സാമ്പിൾ സൈസ് എടുക്കേണ്ടതിന് വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ ആ ഡാറ്റ എടുക്കുന്ന സമയത്ത് ഏത് തരം ഡാറ്റകൾ ശേഖരിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചുണ്ട്. ഇപ്പൊ സാമ്പിളിംഗ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. സർവേയെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് കൂടാണ്ട് എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് പിന്നെ നമ്മൾക്കറിയാം ഇപ്പം ഷോപ്പിലൊക്കെ കയറുമ്പോൾ എത്ര ആൾക്കാര് എത്ര കയറുന്നുണ്ട് എന്നുള്ള ഡാറ്റ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഈ റോഡിൽ കൂടി പോകുന്ന വണ്ടികളെ നമ്മൾ നോക്കിയിട്ട് ഏതൊക്കെ തരത്തിലേക്കുള്ള വണ്ടികളാണ് ഈ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്, ഇത്തരം കണക്കുകളൊക്കെ തന്നെ നമ്മളിങ്ങനെ പോകുന്ന പാസ് ചെയ്തുകൊണ്ട് പോകുന്ന സാധനങ്ങളൊക്കെ നമ്പറൊക്കെ എടുത്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പലതരത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തുള്ള
ക്വാണ്ടിറ്റേറ്റീവ് രീതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തദ്ദേശീകരണം നടത്താൻ പറ്റും. അതിൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പോപ്പുലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സാമ്പിളിംഗ് ടെക്നിക്സ് നമ്മളുടെ പോപ്പുലേഷൻ, നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയങ്ങൾ എങ്ങനെയാണ് ഇതിനെ എഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് മുത്തുതടുത്ത മലയാള സർവകലാശാലയിലെ കുട്ടികളുടെ ഇപ്പം ജെൻഡർ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും ഒപ്പീനിയന് ജെൻഡർ ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ അവിടെ നമുക്കറിയാം 70% കുട്ടികൾ പെൺകുട്ടികളാണ്, ആകെ 30% മാത്രമേ ആൺകുട്ടികളുള്ളൂ. അപ്പൊ നമ്മൾ ആകെ എന്താ വെച്ചാൽ 10 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ 7 കുട്ടികൾ റാൻഡംലി സെലക്ട് ചെയ്യുക. റാൻഡം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അത് നമ്മൾ ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ഒരു കുട്ടീനെ എടുത്തുകൂടാ. കാരണം ആ സൈഡിൽ കൂടി പോയ കുട്ടിക്ക് ഇതിൽ പെടാനുള്ള സാധ്യത കൂടുതലാണ്, ബയസ്ഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ മൊത്തം ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റാൻഡം ടേബിളുകൾ ഉണ്ടാക്കിക്കൊണ്ട് ലോട്ടറി മെത്തേഡ് വെച്ച് നമ്മൾ കോളേജിലെ മൊത്തം കുട്ടികളുടെ പേര് എടുത്തിട്ട് നമ്മളിങ്ങനെ ഷഫിൾ ചെയ്തിട്ട് അതിന്റെ അകത്ത് നമ്മൾ എടുക്കുന്നു, ആളുകൾ എടുക്കുന്നു. ഇതിനെയാണ് എന്താ വെച്ചാൽ ഇതിനകത്ത് എന്താ, ഈ പറയുന്ന 400 കുട്ടികളല്ലെങ്കിൽ ആ 400 കുട്ടികൾക്കും സാമ്പിളിൽ പെടാനുള്ള സാധ്യത തുല്യമാണ്. എന്ന് വെച്ചാൽ 1/400 ഒരു സാമ്പിൾ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ 2/400. 10 സാമ്പിൾ എടുക്കുന്ന വെച്ചാൽ 10/400 400 10/400 എന്ന് പറയുന്നതാണ്. അല്ലെ 1/40 ഒരാളുടെ സാധ്യത, എന്ത് സാമ്പിളിൽ പെടാനുള്ള സാധ്യത 1/40 ആണ്, 1/40. അപ്പൊ അങ്ങനെ ആ രീതിയിലേക്കുള്ള സാമ്പിളിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മളൊരു 100 സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ 70 കുട്ടികളും പെൺകുട്ടികളായിരിക്കും, 30 പേര് മാത്രമേ ആൺകുട്ടികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ഒപ്പീനിയൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അതിനെ കൊടുക്കും. ഇതിനകത്ത് 30 ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ചില കേസസിൽ നമ്മളിപ്പോ 50 സാമ്പിൾ എടുക്കുന്നുള്ള 15 ആൺകുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന രീതിയിലേക്ക് 75 ഒരു 30-35ഓളം പെൺകുട്ടികളാണ് ഉണ്ടാവുക, 15 ആൺകുട്ടികളും ഉണ്ടാവും. ഇത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഉപയോഗിക്കും. എന്ന് വെച്ചാൽ 2 സ്ട്രാറ്റ് ചെയ്തിരിക്കും. പെൺകുട്ടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ മൊത്തം ഒരു ഗ്രൂപ്പായിട്ട് എടുക്കും, ആൺകുട്ടികളെ മൊത്തം ഗ്രൂപ്പായിട്ട്. എന്നിട്ട് ഇതിന്റെ അകത്ത് 30 സാമ്പിൾ, അതിന്റെ അകത്ത് 30 സാമ്പിൾ. 30 ഞാൻ പറഞ്ഞ മിനിമം പറഞ്ഞാൽ നമുക്ക് എത്ര സാമ്പിൾസ് വേണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അങ്ങനെ വരുന്ന വെച്ചാൽ നമ്മുടെ ഹോമോജിനസ് അല്ല, ഒരുപോലെ അല്ലാത്ത നമുക്ക് രണ്ട് വ്യത്യസ്തമായ അഭിപ്രായമാണോ എന്നാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാമ്പിൾസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള സ്ട്രാറ്റയാക്കി തിരിച്ചിട്ട്, ചില സ്ട്രാറ്റയായിട്ട് എടുത്തിട്ട് അതിന്റെ അത് ഒരേ സ്വഭാവമുള്ള ഒരേ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് സ്വഭാവം എന്ന് പറയുന്നത്. സ്ത്രീകൾക്കൊക്കെ ഒരു സ്വഭാവമാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ സ്ത്രീകളുടെ മൊത്തം ഗ്രൂപ്പുകൾ പുരുഷനകം നമ്മുടെ കമ്പാരിസൺ എങ്ങനെയാണ്, ആ രീതിയിലേക്ക് നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ചിലത് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയും. ചില ഏരിയ, അപ്പൊ നിങ്ങളിപ്പം മലപ്പുറം ജില്ലയിൽ നിന്ന് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മലപ്പുറം ജില്ലേനെ പലതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലസ്റ്റർ ചെയ്യുന്നു. ആ ക്ലസ്റ്റർ ചെയ്തിട്ട് അതിന്റെ അകത്തുനിന്ന് റാൻഡംലി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യും. ആ രീതിയിലേക്കുള്ള സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മൾ 100 എണ്ണാണുള്ളെങ്കിൽ 100 ആളെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ 10 പേരും നമ്മളൊന്ന് റാൻഡംലി സെലക്ട് ചെയ്യുന്നു. അത് കിട്ടുന്ന 7 ആണെന്നുണ്ടെങ്കിൽ പിന്നെ 17, 27, 37, 47 എന്ന് പറയുന്ന എണ്ണത്തെ എടുക്കുന്നു. അതിന് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് പറയും. ഇനി വ്യത്യസ്തമായ മെത്തേഡ്സ് സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ദത്തശേഖരണം നടത്തുക. പക്ഷെ ചില കേസസിൽ നമുക്ക് പോപ്പുലേഷൻ കൃത്യമായി ഡിഫൈൻഡ് ആണെങ്കിലേ നമുക്ക് പറയുള്ളൂ. ചില പറ്റൂല. ചില സമയങ്ങളിൽ നമുക്ക് ഇപ്പോഴത്തെ ഡാറ്റ ശേഖരിക്കുന്ന സ്നോബോൾ സാമ്പിളിംഗ് ഒക്കെ എടുക്കേണ്ടി വരും. സ്നോബോൾ സാമ്പിളിംഗ് ഇപ്പൊ നമ്മളറിയാം, ഇപ്പൊ പോക്കറ്റ് അടിക്കാരെ കുറിച്ച് ഒരു പഠനം നടത്തുന്നതായിരിക്കും. പോക്കറ്റ് അടിക്കാര് ഏത് സമയത്താണ് എഴുന്നേൽക്കുന്നത്, അവരെങ്ങനെയാണ് ഈ വീടുകളിൽ ഏതൊക്കെ തരത്തിലേക്കുള്ള വീട്ടിലൊക്കെ കയറാം, ഇങ്ങനെയുള്ള ഇതിനൊക്കെ അധികം നല്ലത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. പക്ഷെ നമുക്ക് കുറെ ആളെ കിട്ടണം എന്നൊക്കെ, അങ്ങനെ ഒരു സാധനം കിട്ടണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മള് ഇപ്പം ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകളുടെ ഒരു പഠനം നടത്തുന്നെങ്കിൽ, ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ ആരാന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ആരും നമുക്ക് കിട്ടൂല, പോപ്പുലേഷൻ നമുക്ക് നോൺ അല്ല. അപ്പൊ നമ്മൾ അതിനകത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ, സ്നോബോൾ ഏതെങ്കിലും ഒരാളെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളെ കിട്ടുന്നു, അയാളിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് വേറൊരാളെ എടുക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സ്നോബോൾ സാമ്പിളിംഗ് എന്ന രീതിയിലേക്ക് അങ്ങനെ കുറെ സാമ്പിൾ, ഏകദേശം കുറെ സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠനം നടത്തുന്നു. അപ്പൊ അതൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് കാരണം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഈ പറയുന്ന ഇവിടെ ഇപ്പൊ ഡ്രഗ്സിന്റെ കേസിലാണ് നമുക്ക് കിട്ടുന്ന ആളുകള് വലിയ ബിഗ് ഷോട്ട്സിന്റെയോ അല്ല അങ്ങനെ ആളുകളുടെ പേരുകൾ അവർ തന്നോളണമെന്നില്ല. അവർക്ക് ഭയമുള്ള ആളുകളുടെ പേരുകൾ തന്നോളണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് കൃത്യമായി ഇവര് കിട്ടുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആയിക്കൊള്ളണമെന്നൊന്നും നിർബന്ധമില്ല.
പക്ഷെ വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ ആ തരത്തിലേക്കൊക്കെ സാമ്പിൾ എടുക്കുന്നു, പഠിക്കുന്നു എന്നൊക്കെ ഉള്ളത്. അതൊക്കെ അധികവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചിലേക്കാണ് അധികം പോകുക. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഇത്ര ശതമാനം ആളുകൾ ഇങ്ങനെ അങ്ങനെയൊന്നും കൃത്യതയോടുകൂടി ഒബ്ജക്ടിവിറ്റിയോടുകൂടി നമുക്ക് പറയാൻ പറ്റില്ല. അത് സബ്ജക്റ്റീവ് ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ പ്രത്യേകത സബ്ജക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് നമുക്ക് കിട്ടുക, ആത്മനിഷ്ഠമായ റിസൾട്ട് ആണ് കിട്ടുക. നമ്മുടെ ഉള്ളിലെ ബയസ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഗുണാത്മക വിശകലനത്തിന്റെ അകത്ത് കൃത്യമായി വരും. പക്ഷെ നമ്മൾ ഗണാത്മക വിശകലനത്തിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് സബ്ജക്ടിവിറ്റി വളരെ കുറവാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരാളുടെ ചോദ്യം ചോദിക്കുകയാണ്, ചോദ്യാവലി ഉണ്ടാക്കാൻ നമ്മൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിന് കൃത്യമായ 4 മൾട്ടിപ്പിൾ ചോയ്സ് ഉത്തരങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. കാരണം അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വിശകലനം ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യർ, ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് എൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യർ വെച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ ഡാറ്റ കളക്ട്. പിന്നെ ഞാൻ രണ്ടാമതൊരു സർവേ മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതൊരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് എക്സ്പെരിമെന്റൽ മെത്തേഡ്. എക്സ്പെരിമെന്റ് സാധാരണ സൈക്കോളജിയിലൊക്കെ ചെയ്യുന്നത് എക്സ്പെരിമെന്റൽ മെത്തേഡാണ്. മെഡിസിൻസ്, ഇപ്പൊ ടീച്ചേഴ്സ്, എഡ്യൂക്കേഷനിൽ നമ്മൾ എക്സ്പെരിമെന്റൽ മെത്തേഡ് യൂസ് ചെയ്യും. ഉദാഹരണത്തിന് ഞാനിപ്പം ഇപ്പൊ ഇവിടെ തന്നെ ഈ പറയുന്ന സാധനത്തിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്നുള്ള രീതിയിലേക്ക് ഒരു മെത്തേഡ് യൂസ് ചെയ്യണമെന്നൊക്കെ. അപ്പൊ ചോദിക്കാം, ധീരജ് പഠന കേന്ദ്രം എന്ന് പറയുന്ന സാധനം ഈ എടുത്ത് കുറെ ആളുകളൊക്കെ ഉണ്ടാക്കി ക്ലാസ് ഒക്കെ എടുത്തു പോയി, എന്തെങ്കിലും ഗുണം ഈ പറയുന്ന സാധനത്തിന് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പം 10 പേർക്ക് മാത്രം ക്ലാസ് കൊടുക്കുക. 10 പേര് അതിന്റെ മുമ്പ് നമ്മൾ എന്താ വെച്ചാൽ കൺട്രോൾഡ് ഗ്രൂപ്പും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും എന്നുള്ള രീതിയിൽ 2 ആയിട്ട് തിരിച്ചതിന് ശേഷം ഇവ തമ്മിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഈ പറയുന്ന സാധനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കുകയാണ്. അങ്ങനെ നോക്കുന്നത് ഇപ്പൊ കൃഷിയിലൊക്കെ ആണെങ്കിലും വളപ്രയോഗം, ചില വളം ഉണ്ടാക്കി ആ വളപ്രയോഗം നടത്തിയതിന്റെ ഭാഗമായി പിന്നെ ഉൽപാദനക്ഷമത കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എക്സ്പെരിമെന്റൽ മെത്തേഡ്. അത്തരത്തിലുള്ള സാധനങ്ങളിലൊക്കെ അത് വളരെ ചെറിയ രീതിയിലേക്കുള്ള സാമ്പിൾസ് ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് നടത്താൻ പറ്റുന്ന സാധനം. പക്ഷെ എല്ലാ സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളൊന്നും നമ്മൾ എക്സ്പെരിമെന്റൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പറയാം, ഇപ്പം ഇക്കണോമിക്സിൽ തന്നെ ബിഹേവിയറൽ ഇക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന ചില ശാഖകളുണ്ട്. സ്വഭാവ സാമ്പത്തിക ശാസ്ത്രം എന്നൊക്കെ പറയുന്ന ശാഖകളിലൊക്കെ തന്നെ നമ്മൾ ഇത്തരത്തിലെ പരീക്ഷണ സാമ്പത്തിക ശാസ്ത്രം ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് നമ്മള് പിന്നെ പിന്നെ ഈ നമ്മള് പിന്നെ ഒരു സ്ഥലത്ത് ആളുകളില് ജാതി ചിന്ത ഉണ്ടോ എന്ന് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്സ് ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അതിനകത്ത് ഇപ്പോ പിന്നെ വെറുതെ ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിലേക്ക് അവർ പറഞ്ഞു, ഒരാൾക്കൂട്ടത്തിന് എടുത്തു ചെന്നിട്ട് ഇവര് പറയാണ്, നമ്മള് പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ ഒരു 10 രൂപ ഒരാൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്തു, അയാൾ തിരിച്ചു തന്നില്ല, അയാൾ അത് പറ്റിച്ചു, എന്നിട്ട് ഇങ്ങനെ കുറച്ച് ക്രൈം ചെയ്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറെ ആളുകളുടെ പേര് നമ്മൾ കൊടുത്തതിന് ശേഷം ഇതിന്റെ അകത്ത് ഈ പറയുന്ന രീതിയിലേക്ക് ഇതിനകത്ത് ആരൊക്കെയാണ് പറ്റിച്ചത് നമുക്ക് അറിയാം, കൃത്യമായി അറിയാം. പക്ഷെ നിങ്ങൾ ഇതിന്റെ അകത്തുനിന്ന് ഈ പറഞ്ഞ പേരുകളിൽ നിന്ന് ആരൊക്കെ ആയിരിക്കാം ഈ തെറ്റ് ചെയ്തിട്ടുള്ളത്, ഈ ക്രൈം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പൈസ തരും എന്നൊക്കെ പറഞ്ഞിട്ട്, കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈസ തരും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തിട്ട് ഈ ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന ഡാറ്റ ചെയ്ത സമയത്ത് അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും അതിനകത്ത് കൊടുത്തിരിക്കുന്ന എന്താ വെച്ചാല് പിന്നെ സവർണരും അവർണരുമായിട്ട് പേരുകളില് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പം കേരളത്തിലാണെങ്കിൽ ഇപ്പം ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നൊക്കെ പറയുന്ന രീതി പേര് കേട്ടിട്ടൊക്കെ ആളുകൾ മനസ്സിലാക്കുമല്ലോ. ആ രീതിയിലേക്കുള്ള പേരുകളൊക്കെ വെച്ചപ്പോ ഭൂരിപക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ സോ കോൾഡ് സമൂഹം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന വിഭാഗത്തിന്റെ പേരുകളാണ് കൂടുതലായിട്ട് ക്രൈം ചെയ്തവരായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രോഗ്രസീവ് ആകുമ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെയൊന്നും എല്ലാവരും ഒരുപോലെയാണ് മറ്റേതാന്നൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ ഇത്തരം ഒരു സാധനത്തിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഉള്ളിനുള്ളിൽ കൺസീവ് ചെയ്യപ്പെട്ട ഐഡിയ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെ അവരുടെ ഇത്തരത്തിലേക്കുള്ള ഒപ്പീനിയൻസ് ഒക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചപ്പോ ഇത് കിട്ടുന്ന ഡാറ്റ ഇതിന്റെ അകത്ത് നമ്മൾ 100 പേരിൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 100 ആൾ തന്നതിന്റെ അകത്ത് എത്ര ശതമാനം ആളുകൾ പിന്നെ ഇത്തരം ആളുകളുടെ പേരുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, എത്ര ശതമാനം ആളുകൾ ഈ പറയുന്ന ആളുകളുടെ പേര് സെലക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ വളരെ കൃത്യമായ റിസൾട്ട്സ് എന്ത് ചെയ്യുന്നു പറഞ്ഞാല് നമ്മുടെ ഉള്ളിനുള്ളിലൊക്കെ ഈ പറയുന്ന പുറത്തെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നു ഇതിനുള്ളിലൊക്കെ കിടക്കുന്ന അന്തർലീനമായി കിടക്കുന്ന ജാതിയുടെയും ജെൻഡറിന്റെയും ഈ പിന്നെ ഈ വർണ്ണത്തിന്റെയും ഒക്കെ തന്നെ വ്യത്യാസം എങ്ങനെയെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ക്വാണ്ടിഫയബിൾ ആയിട്ട് നമുക്ക് കിട്ടാനുള്ള രീതിയിലേക്കുള്ള ചില മെത്തേഡ്സ് പിന്നെ
അതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പിന്നെ ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ ഡാറ്റ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഈ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് അവരിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ചില തെറാപ്പികളൊക്കെ തന്നെ നമുക്ക് അങ്ങനെ ചെയ്യും. ചില എന്ന് വെച്ചാൽ പോസിറ്റീവ് നഡ്ജിങ്, പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ. ഒരു ക്ലാസ്സിൽ കയറാൻ പോകുന്നതിന് മുമ്പ് പിന്നെ അവരെടുത്ത് പറയണത് നീ ഇന്നെ കണ്ടാൽ ഒട്ടും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അപ്പൊ അവിടെ അല്ലെങ്കിൽ നീ തീരെ സ്മാർട്ട് അല്ലല്ലോ എന്ന് പറയുന്ന നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കൊടുത്തിട്ട് ക്ലാസ്സിലേക്ക് കയറ്റുന്ന കുട്ടികളും പോസിറ്റീവ് കൊള്ളാലോ നീ ഭയങ്കര ഇതാണ് അങ്ങനെയൊക്കെ കൊടുക്കുന്ന കുട്ടികളും തമ്മിൽ എന്തെങ്കിലും തരത്തിലേക്ക് ക്ലാസ്സിലുള്ള പെർഫോമൻസ് ഒരേ ക്യാരക്ടർ ആയിരിക്കും. വരുന്നതിന് മുമ്പ് അവർ വളരെ ഒരേപോലെയുള്ള ഹോമോജിനസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, യാതൊരു വ്യത്യാസമില്ല. അതിൽ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്ന സാധനം ഈ ക്ലാസ്സിലേക്ക് പോയ കുട്ടികൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ചില രീതിയിലേക്കുള്ള സാധനം കിട്ടി, മറ്റേ ക്ലാസ്സിലേക്ക് പോയ കുട്ടികൾക്ക് അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള സാധനം കിട്ടി. ഈ രണ്ട് ഡിഫറൻസും വെച്ചിട്ട് ഇവരുടെ പെർഫോമൻസിനെ അസസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലേക്ക് ക്വാണ്ടിഫൈ ചെയ്തുള്ള പെർഫോമൻസ് അസസ് ചെയ്യുന്ന സമയത്ത് വ്യത്യാസമുണ്ട്. ഈ രീതിയിലേക്കുള്ള എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഇപ്പം ഞാനിത് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ ഇതാവും. ഇത്രയും പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾക്കുള്ള സംശയങ്ങളും സാധനങ്ങളും ഒക്കെ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ ആരും ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെ. ഞാനിങ്ങനെ ഏകപക്ഷീയമായിട്ട് എന്ന് വെച്ചാൽ മൻ കി ബാത്തുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതത്ര ശരിയുള്ള ഏർപ്പാടല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് സംശയമോ ചോദിക്കുക. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഒരു 44 മിനിറ്റായി അല്ലേ ജിനു? ഹലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം. കാരണം ഞാനിപ്പം ഒന്നും എനിക്ക് ഇങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ല ഫീഡ്ബാക്ക്. നമുക്ക് അതിനകത്ത് ഭാഷയുമായി ബന്ധപ്പെട്ട് പിന്നെ മലയാളത്തിന്റെ എങ്ങനെയാ മലയാളം ഈ പിന്നെ ഈ ഗണാത്മക വിശകലനത്തില് അതിന്റെ ഒരു സാധ്യതയും പരിമിതിയും എങ്ങനെ കാണുന്നത്? ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഭാഷയുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി നിങ്ങളിപ്പോ ദത്തശേഖരനായിട്ട് ഭാഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു തരത്തിലേക്കുള്ള പഠനങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ടോ, കുറവുണ്ടായിട്ടുണ്ടോ, അതിനകത്തെ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും മാറ്റം, ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് ഭാഷയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾ ഒരു ഗ്രന്ഥം എടുത്തിട്ട് കേസ് സ്റ്റഡി ആയിട്ടല്ലേ പലപ്പോഴും എടുക്കുക. പല പുസ്തകങ്ങൾ എടുത്തിട്ട് ഒരു കേസസ് ആയിട്ട് നിങ്ങൾ നരേറ്റ് ചെയ്യും. ഇങ്ങനെ ഇതിനെ നിങ്ങൾ ക്വാണ്ടിഫൈ ചെയ്യാം. ഇപ്പൊ നിങ്ങളിപ്പം പിന്നെ ആളുകളുടെ ഒപ്പീനിയൻസ് ഇല്ലേ, ഇപ്പൊ നമ്മളിപ്പം എഴുതുന്ന ഒരു കാര്യം ഞാൻ പറയാം. ആളുകളുടെ ഇപ്പം ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റുകൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാന്നറിയോ? ഇപ്പൊ നിങ്ങൾ ആ പുസ്തകത്തിന്റെ അകത്ത് വായിക്കുന്നു. ആ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരേ തരത്തിലേക്കുള്ള കോഡിങ് നടത്തിക്കൊണ്ട് എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയി, ഉദാഹരണത്തിന് നമ്മളിപ്പം പിന്നെ നിങ്ങളൊരു പുസ്തകത്തിന്റെ അകത്ത് പരാമർശിക്കുന്ന സെന്റൻസസ് അല്ലെങ്കിൽ കാര്യങ്ങള് പിന്നെ എന്ത് തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് അതിൽ പരാമർശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം നോക്കാൻ പറ്റൂലേ? അതിനെ നിങ്ങൾക്ക് ക്വാണ്ടിഫൈ ചെയ്യാം. കോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. അത് ക്വാളിറ്റേറ്റീവ് കോഡിംഗ് ആണ് അത് നടക്കുന്നത്. ഇപ്പൊ ദാരിദ്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ അകത്തുള്ള ഒരു 10 മലയാളത്തിൽ എഴുതിയിട്ടുള്ള 90കൾക്ക് ശേഷം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും പിന്നെ 70കളും 80കളിലും എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും തമ്മിൽ സാമൂഹിക പശ്ചാത്തലത്തെ പിന്നെ കാണുന്ന രീതിക്ക് മാറ്റമുണ്ടോ എന്ന് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അകത്ത് എന്ത് ചെയ്യാൻ തന്നെ 90കൾക്ക് മുമ്പുള്ള പുസ്തകങ്ങളിലുള്ള സാധനങ്ങൾ അവര് അവതരിപ്പിച്ച വിഷയങ്ങൾ ഏതൊക്കെ വിഷയങ്ങളായിരുന്നു എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര വിഷയങ്ങൾ, എത്ര ശതമാനം വിഷയങ്ങൾ ഇന്ന കാര്യത്തെ കുറിച്ചായിരുന്നു, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ദാരിദ്ര്യത്തെ കുറിച്ചായിരുന്നു 90കൾക്ക് മുമ്പ് ആളുകൾ സംസാരിച്ചെങ്കിൽ ഇപ്പം 90കൾക്ക് ശേഷം ആളുകൾ കഥകളിലും സാധനങ്ങളും പരാമർശിക്കും മാനസികമായ പ്രശ്നങ്ങളെ കുറിച്ചാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന 90കൾക്ക് മുമ്പുണ്ടായ സാഹിത്യവും 90കൾക്ക് ശേഷം ഉണ്ടായ സാഹിത്യവും അതിന്റെ അകത്തുള്ള ഒരു സമൂഹത്തിലുണ്ടായ മാറ്റത്തെ എങ്ങനെയാണ് പ്രതിപാദിക്കുന്നതിനെ കുറിച്ച് പറയാൻ പറ്റും. നിങ്ങൾ സാധാരണ ആ പുസ്തകം വായിച്ച അതിന്റെ സെന്റൻസുകളും സാധനങ്ങളും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ചെയ്യുന്നതിന് പകരം ഇതിന്റെ അകത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ 10 പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ 10 പുസ്തകത്തിന്റെ അകത്ത്
എത്ര പ്രാവശ്യം അവർ ദാരിദ്ര്യം എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ക്വാണ്ടിഫൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടിഫൈ ചെയ്തിട്ട് ഇത്ര. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രസംഗങ്ങളൊക്കെ നമ്മൾ അങ്ങനെ സ്പീച്ചസ് ഒക്കെ നമ്മൾ അങ്ങനെ എടുക്കാറുണ്ട്. പല ആളുകളും പിന്നെ പറയുന്ന സ്പീച്ചിന്റെ അകത്ത് എത്ര പ്രാവശ്യമാണ് അവര് ഒരു കാര്യത്തെ, ഇപ്പൊ ദേശീയത, എത്ര പ്രാവശ്യമാണ് ഒരു സ്പീച്ചിന്റെ അകത്ത് ദേശീയതയെക്കുറിച്ചും ദാരിദ്ര്യക്കും തൊഴിലില്ലായ്മ കുറെ കോഡ്സ്, കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് ഇവരുദ്ദേശിക്കുന്നത് ചിലപ്പോ ഒരേ പോലെ ആയിക്കൊള്ളുന്നില്ല പറയുന്നതിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ തന്നെ നമ്മൾ എന്തെങ്കിലും ചേർത്തിട്ട് ഒരുപോലെയുള്ള എൻവിവോ പോലെയുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. എൻവിവോ പോലെ പലതരത്തിലുള്ള ഫ്രീ സോഫ്റ്റ്വെയർസും ഉണ്ട്. ശരിക്കും പറഞ്ഞ ക്വാളിറ്റേറ്റീവ് ഡാറ്റനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസും ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്നത് ഇപ്പൊ AI യൂസ് ചെയ്തിട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതപ്പോ ഞാൻ ഉദാഹരണത്തിന് ഞാൻ എന്റെ കയ്യിലുള്ള ചില ടേബിളുകൾ കാണിച്ചു തരാം. ജസ്റ്റ് പിന്നെ നോക്കട്ടെ. ഞാൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ, വെറുതെ ജസ്റ്റ് ഇങ്ങനെ. അതല്ലോ, നിങ്ങൾക്ക് ഈ സാധനം കാണുന്നുണ്ടോ? ഇല്ലേ? ഞാനിപ്പോ ഷെയർ ചെയ്ത സാധനം കാണുന്നുണ്ട്. കുറെ ടേബിൾ കാണും. അപ്പൊ ഇതിനകത്ത് ഞാനിപ്പോ വെട്ടം പഞ്ചായത്തിലെ തീരദേശത്തുള്ള ആളുകളില് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഡിപ്ലോമ, ഗ്രാജുവേഷൻ എന്നൊക്കെ ചോദിച്ചു. ഇനി അത് ഈ സ്പെസിഫൈഡ് ഡിഗ്രി കോഴ്സ് കൊടുത്തിട്ട് കുറെ പേര് കൊടുത്തിട്ടുണ്ട്, BEd, BCom, ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ BA കോഴ്സുകളൊക്കെ ഒരു ക്ലബ് ചെയ്തിട്ട് എത്ര മാത്രം ഉണ്ട് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സാധനത്തിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള സാധനം കിട്ടും. ഇതുപോലെ നിങ്ങളിപ്പോ ഒരു കഥയ്ക്കകത്ത്, ഇപ്പം കഥേന്റെ അകത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഒരു കഥയ്ക്കകത്ത് ദാരിദ്ര്യത്തെ ചിലർ എന്ത് ചെയ്യുന്ന പരാമർശിക്കുന്ന ചില കുറെ വേർഡുകള് ഇതാക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും തരത്തിലേക്കുള്ള സ്ലാങ്ങുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ പുസ്തകത്തിനകത്ത് എത്രമാത്രം സ്ലാങ്ങുകള് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? സ്ലാങ്ങുകൾ എത്ര ഓരോ ആദ്യത്തെ സ്ലാങ് 2 ഇങ്ങനെ ഈ രീതിയിലേക്ക് നിങ്ങൾ എടുത്തതിന് ശേഷം എത്രമാത്രം എത്ര ശതമാനം വാക്കുകൾ ഇന്ന സ്ലാങ് എന്നാണ്, എത്ര ശതമാനം വാക്കുകൾ മറ്റൊരു സ്ലാങ് എന്ന് വന്നതാണ്, ഏതൊക്കെ പ്രദേശത്തിന്റെ സ്വാധീനം ഇതിൽ ഉണ്ടായിട്ടുണ്ട്, ഇത്തരം സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നത്. അത്തരം കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഒപ്പീനിയൻ, ചില സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പം നോക്കട്ടെ, താഴേക്ക് നോക്കട്ടെ. ഇതൊക്കെ നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇതിൽ ഞാൻ കുറെ അസുഖത്തിന്റെ അവസ്ഥ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആസ്മ, ക്യാൻസർ, കിഡ്നി ഇഷ്യൂ, ഡയബറ്റിക് ആസ്മ, ഇങ്ങനെ കുറെ അസുഖങ്ങളുടെ പേരൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് എത്ര ശതമാനം ആളുകൾ ഡയബറ്റിക് എന്ന് പറയുന്ന അസുഖമുണ്ട്, എത്ര ആൾക്കാർക്ക് ആസ്മ ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത് എടുക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് അധികം ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ തന്നെയാണ് ഞാൻ കളക്ട് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ടേബിൾസ് ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആ രീതിയിലേക്കുള്ള കുറച്ച് സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള, അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം പാവങ്ങളിലും അതുപോലെ തന്നെ നമ്മളിവിടുത്തെ അപ്പൂന്റെ ഒക്കെ കഥയില്ലേ, അതെന്തായിരുന്നു? ഓടയിൽ നിന്നും, അല്ലേ? ഈ 2 പുസ്തകങ്ങൾ നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇവിടെ ഈ പറയുന്ന രീതി ഏതായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനം, കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. 2 നോവൽ. അപ്പോൾ ആ നോവലിന്റെ അകത്തും ഓരോ നോവലിന്റെ അകത്തും ഈ ദാരിദ്ര്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എത്ര സാധനത്തിന്റെ അകത്ത്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു 100 പേജ് എടുക്കണം. ആ 100 പേജിൽ എത്ര പ്രാവശ്യം ഭക്ഷണത്തിന്റെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടും ആ സാധനത്തിന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. മറ്റതിനകത്ത് എന്താണ് പിന്നെ കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്, അതിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിലേക്കുള്ള ദാരിദ്ര്യത്തിന്റെ വിവിധ മാനങ്ങളെ ഈ 2 നോവലുകളിലും ഈ എങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ കാണാം. എനിക്ക് കൂടുതൽ ഞാൻ ചെയ്യുന്നത് പ്യുവർ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ആയതുകൊണ്ട് ലാംഗ്വേജിൽ എനിക്ക് ഇത്തരം സാധനം. പിന്നെ അതുപോലെ നിങ്ങൾ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഭാഷാ വൈകല്യം ഉള്ള, ഭാഷാ പിന്നോക്കാവസ്ഥയുള്ള ആ കുട്ടികൾ എങ്ങനെയാണ് അവർ ഏത് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലാണ് വന്നിട്ടുള്ളത്, അപ്പം ഏത് ഭാഷയാണ് അവർക്ക്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എഴുതാനാണെങ്കിൽ മലയാളം എഴുതുന്നതും ഇംഗ്ലീഷ് എഴുതുന്നതും തമ്മില് കുട്ടികള് ഏത് ഭാഷയാണ് അവർക്ക് വേഗം പഠിക്കാൻ പറ്റുന്നത്, എഴുതാൻ പറ്റുന്നത്, വായിക്കാൻ പറ്റുന്നത്, അല്ല ചിന്തിക്കാൻ പറ്റുന്നത്, അവർ എത്ര പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നത്, ഏത് കേട്ടാലാണ്. ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് ഭാഷയുമായി ബന്ധപ്പെടുത്തി ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് കുട്ടികള് ഒരു റെസ്പോൺസും ഇല്ലാത്ത കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും മലയാളം മീഡിയം സ്കൂളിലും നിങ്ങൾ ചെന്നിട്ട് അവിടെ നിങ്ങൾ കുട്ടികളില് ഇപ്പം നിങ്ങളിപ്പം മലയാളത്തിൽ ഇത്ര പറയുന്ന സമയത്ത് എത്ര കുട്ടികൾ റെസ്പോണ്ട് ചെയ്തു, ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് എത്ര കുട്ടികൾ റെസ്പോണ്ട് ചെയ്തു, ഇതൊരു 10 സ്കൂളിൽ നിങ്ങൾ പോവുക. അപ്പൊ നിങ്ങൾക്ക് ഭാഷാപരമായ വ്യത്യാസം കുട്ടികളുടെ റെസ്പോൺസ് ലെവലിൽ എങ്ങനെ സ്വാധീനിക്കുന്നു നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് ഭാഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സോഷ്യൽ സയൻസ് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഡിയാണ്. അപ്പൊ അങ്ങനെ പലതരത്തിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനകത്തൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് ചെയ്യാൻ പറ്റും. നോക്കാം, നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവിനെ എങ്ങനെ ഉൾച്ചേർക്കാം എന്നുള്ളത് പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി. ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും? നമ്മളൊരു വിഷയം പഠിക്കുകയാണെങ്കിൽ ആ പഠിക്കുന്നതിന്റെ അകത്ത് നമ്മൾക്ക് ഒരു ക്വാണ്ടിറ്റേറ്റീവ് സമീപനം ഉപയോഗിക്കാൻ കഴിയുമോ ഇല്ലയോ, എങ്ങനെ ഉപയോഗിക്കാം എന്നത് നമ്മളെ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അതിപ്പോ എല്ലാ മേഖലകളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ആർട്ടിലാണെങ്കിലും ചിത്രകലയിലാണെങ്കിലൊക്കെ നമുക്ക് അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് ഇതിനകത്ത് എങ്ങനെയാണ് ഒരു 10 ചിത്രം എടുത്ത് കഴിഞ്ഞാൽ ആ 10 ചിത്രത്തില് ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ അവര് എങ്ങനെയാണ് ഒരു ഫീമെയിൽ ബോഡീനെ പിന്നെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് ഓരോ അവയവത്തിന് എങ്ങനെയാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, അതിൽ എത്ര ഇടങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്, അതിന്റെ ഒരു ആധിക്യമൊക്കെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഒബ്ജക്ടിവിറ്റി വെച്ചുകൊണ്ട് നമുക്കത് വേറെ. പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ ആര് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ അകത്ത് റിസൾട്ട് ഏകദേശം, അതാണ് ക്വാണ്ടിറ്റേറ്റീവിന്റെ പ്രത്യേകത. മറ്റേ ക്വാളിറ്റേറ്റീവിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വളരെ കൃത്യമായ ഒരു ബയസ്ഡ് ആയിട്ടുള്ള സാധനം വരാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ അകത്ത് നിങ്ങൾ ആര് നോക്കിക്കഴിഞ്ഞാലും ഈ കൃത്യമായി ഡിഫൈൻ ചെയ്ത മാനദണ്ഡങ്ങൾ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലത്തെ റിസൾട്ട് ആയിട്ട്. അതാണ് ഇതിന്റെ ഒരു ഗുണം, ക്വാണ്ടിറ്റേറ്റീവിന്റെ ഒരു ഗുണം എന്ന് പറയുന്ന സാധനം. നമുക്ക് അത് വെച്ചിട്ട് നമ്മളൊരു പിന്നെ പല പഠനങ്ങൾ പലയിടങ്ങളിലും നടത്തി കഴിഞ്ഞാലും ആ റിസൾട്ടിനെ അങ്ങനെ ആവണം. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആവുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും? ആരും ഇതൊന്നുമില്ല. എന്തെങ്കിലും കൂട്ടിച്ചേർക്കൽ നിലയിലുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചുകൊണ്ടാവാം. ആർക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആർക്കും ഇനി ഒന്നുമില്ല. ഞാൻ കൂടുതലായിട്ട് ഇനി ഇതിന്റെ മുകളിലേ ഞാൻ ആകെ സംസാരിക്കാൻ ശ്രമിച്ചത് എന്താണ് വേരിയബിൾസ് എങ്ങനെയാണ്, എന്താണ് പോപ്പുലേഷനും സാധനങ്ങളും ഈ ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം. പിന്നെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഡാറ്റ കളക്ഷനിൽ പോകുന്ന സമയത്ത് പലപ്പോഴും ആളുകളൊക്കെ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. വേരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നോമിനൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നാമമാത്രമായ വേരിയബിൾ ഉണ്ട്, ഓർഡിനൽ വേരിയബിൾ ഉണ്ട്, ഇന്റർവെൽ വേരിയബിൾ ഉണ്ട്, റേഷ്യോ വേരിയബിൾ. ഇതിൽ ഏറ്റവും ശക്തമായ വേരിയബിൾ എന്ന് പറഞ്ഞാൽ റേഷ്യോ വേരിയബിൾ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധനത്തിനെ നമ്പറുകളാക്കി അല്ലെങ്കിൽ ഒരു കൃത്യമായ റേഷ്യോ വേരിയബിൾ ആയി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഓർഡിനലോ നോമിനലോ ആക്കി മാറ്റരുത്.
ഉദാഹരണത്തിന് ആളുകൾ ചോദ്യാവലിയൊക്കെ ഉണ്ടാക്കാൻ വരുന്ന ഏറ്റവും കോമൺ ആയ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഏജ് എന്ന് പറയുന്ന സാധനം 0 മുതൽ 5 വരെ, 5 മുതൽ 10 വരെ, 10 മുതൽ 15 വരെ എന്നൊക്കെ ആക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചോദ്യാവലി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യാവലി ക്വാണ്ടിറ്റേറ്റീവ്ലി റോങ് ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് കിട്ടുക. അവിടെ നിങ്ങൾ ഏജ് അതേപടി അങ്ങ് എഴുതിയാ 25, 30, 50 എന്നൊക്കെ കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ഏജ് അത് അങ്ങനെ തന്നെ എഴുതി. അത് വെച്ചിട്ട് നമുക്ക് എത്ര ക്ലാസ് വേണേൽ പിന്നെ ആക്കാൻ പറ്റും. കാരണം ആ വേരിയബിൾ വളരെ ശക്തമായ വേരിയബിളാണ്. അതേസമയം നിങ്ങൾ 0 മുതൽ 5 വരെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും വേറൊരു ക്ലാസ് ആക്കാൻ പറ്റില്ല. അതുപോലെ വരുമാനം അങ്ങനെയുള്ള വേരിയബിൾസ് ഒക്കെ തന്നെ നമ്മൾ സ്കെയിൽ വേരിയബിൾ ആയി കിട്ടാൻ പറ്റുന്ന വേരിയബിൾസ് ഒക്കെ അങ്ങനെ തന്നെ നമ്മൾ എടുക്കണം. പിന്നെ സേവിങ്സിന്റെ അളവ് ഇതൊക്കെ ചിലത് നമ്മൾ ക്ലാസ് ആക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ആ രീതിയിലേക്കുള്ള വേരിയബിളായി കിട്ടാത്ത സാധനങ്ങൾ നമുക്ക് ക്ലാസ് ആയിട്ടൊക്കെ നമുക്ക് വേണ്ടി എടുക്കാൻ പറ്റും. പക്ഷെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ മാർക്ക് എടുക്കുന്നു. ചില കുട്ടികളൊക്കെ നമ്മൾ ചെയ്തു വെക്കുന്ന ചോദ്യാവലിയൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന സാധനം എന്താ വെച്ചാൽ സബ്സ്റ്റാൻഡേർഡ് ആയി മാറുന്നത് എന്താ വെച്ചാൽ ചോദ്യാവലിയിൽ നിങ്ങൾ എടുക്കുന്ന വേരിയബിൾസ് വളരെ കൃത്യമായി ഏറ്റവും സ്ട്രോങ് ആയ രീതിയിലേക്ക് അതിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റണം. ആ രീതിയിലേക്ക് ചെയ്യണം. അപ്പൊ എനിക്ക് കൂടുതൽ ഞാൻ ചെയ്യുന്നൊന്നാമത് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്ന ആളുകൾ ആരും ഇതിനകത്തേക്ക് അധികം കയറിയിട്ടില്ലാന്ന് തോന്നുന്നു. അല്ല നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിഞ്ഞിടാത്തതുകൊണ്ട് ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് എല്ലാ വിഷയത്തിലും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ വിഷയത്തിലും ചെയ്യാൻ പറ്റും. പക്ഷെ അതില് ആ സമീപനത്തിന്റെ അകത്ത് നമുക്ക് എങ്ങനെ അത് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കൂടുതൽ ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യാവുന്നത്. ഓക്കെ, ഞാൻ ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും കൂട്ടിച്ചേർക്കൊന്നുമില്ല. വേറെ ഏകദേശം 1 മണിക്കൂറായി. ജിനു വേണ്ടല്ലോ. നിലവില് നമുക്ക് ഈ ഒരു സെഷൻ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ നിലവിലുള്ള ആർക്കും സംശയങ്ങളില്ലാന്ന് തോന്നുന്നു. എന്തെങ്കിലും മെസ്സേജ് ബോക്സിലോ മൈക്ക് അൺമ്യൂട്ട് ചെയ്തോ ചോദിച്ചു. എന്തായാലും ടീച്ചർ പിന്നെ ഈ വിഷയത്തില് നന്നായി തന്നെ കാര്യങ്ങൾ വളരെ തെളിച്ചത്തില് ബോധ്യമാകുന്ന വിധം സംസാരിച്ചു. പിന്നെ എന്തായാലും ഈ ക്ലാസ് നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ക്രമീകരണമുണ്ട്. ഇപ്പൊ ഈ ടീച്ചർ തുടക്കത്തിൽ പറഞ്ഞ പോലെ പിന്നെ ഓൺലൈനായിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികൾ ഉണ്ട്. പിന്നെ നമ്മളിത് ഒരു റെഫറൻസ് എന്ന നിലയിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. പിന്നെ കാലാവസ്ഥയുടെ പ്രതികൂലമായ ഒരു സാഹചര്യമുണ്ട്. നാളെ ക്യാമ്പസ് ഒക്കെ റീ ഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ യാത്രയിലായിരിക്കുന്ന ഒരു സമയം. അങ്ങനെ പല അസൗകര്യങ്ങൾ ആളുകൾ മെസ്സേജ് വെച്ചൊക്കെ അറിയിച്ചിരുന്നു. എന്തായാലും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് പിന്നെ ടീച്ചർ വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഗണാത്മക വിശകലനം രക്തശേഖരണത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള വിഷയത്തിൽ മല്ലിക ടീച്ചർ സംസാരിച്ചു. വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സന്നിഹിതയായാലും ഈ വിഷയത്തിൽ സംസാരിച്ചതിലുള്ള നന്ദി ധീരജ് പഠന സ്കൂളിന്റെ പേരിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഗവേഷക സുഹൃത്തുക്കളുടെ പേരിൽ അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ബാക്കി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. അടുത്ത ക്ലാസ്സിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഗ്രൂപ്പുകളിൽ അറിയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.